Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ടി.ഐ. മധുസൂദനന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മുഖ്യമന്ത്രി പിണറായി വിജയൻ പയ്യന്നൂരിലെത്തി. ചരിത്രമുറങ്ങുന്ന പവിത്രമായ പയ്യന്നൂരിന്റെ മണ്ണിൽ ഇടതുപക്ഷത്തെ കളങ്കപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും നടക്കില്ലെന്നും LDF മികച്ച വിജയം നേടുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ടി.ഐ. മധുസൂദനന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മുഖ്യമന്ത്രി പിണറായി വിജയൻ പയ്യന്നൂരിലെത്തി. ചരിത്രമുറങ്ങുന്ന പവിത്രമായ പയ്യന്നൂരിന്റെ മണ്ണിൽ ഇടതുപക്ഷത്തെ കളങ്കപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും നടക്കില്ലെന്നും ആ പവിത്രത എപ്പോഴും ഉയർന്നു നിൽക്കുമെന്നും അത് ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യുമെന്നും പയ്യന്നൂരിൽ LDF ചരിത്ര വിജയം നേടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വലിയ തോതിലുള്ള കരുത്ത് ഇവിടുത്തെ പ്രസ്ഥാനത്തിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രസ്ഥാനത്തെ ഏതെങ്കിലും തരത്തിൽ പോർലേൽപ്പിക്കാൻ ഒരു ഘട്ടത്തിൽ മാർഗം കഴിഞ്ഞിട്ടില്ല. ഒരുപാട് സമയത്ത് നമ്മൾ പല പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. ആ പ്രതിസന്ധികളിലൊന്നും ഇവിടുത്തെ പ്രസ്ഥാനം ഉറഞ്ഞിട്ടില്ല. പാറ പോലെ ഉറച്ചു നിന്നിട്ടുണ്ട്. എല്ലാ ഘട്ടത്തിലും പ്രസ്ഥാനത്തോടൊപ്പം നിന്നിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ കേരളമാരും ജനങ്ങളും എന്നതാണ് പ്രത്യേകത. ജനങ്ങൾ കേരളമാരെക്കാളും കൂടുതൽ ആവേശം കാണിക്കുന്നവരാണ്, കൂടുതൽ അർപ്പണബോധം കാണിക്കുന്നവരാണ്. ആ മണ്ണിൽ ആരെതിരായിട്ട് വന്നാലും ഒരു ചുക്കും സംഭവിക്കില്ല എന്നുള്ളത് തന്നെയാണ് കാണേണ്ടത്. ഇവിടെ നല്ല തിളക്കമാർന്ന വിജയം LDF നേടുക തന്നെ ചെയ്യും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഇത് പവിത്രമായ മണ്ണാണ്, ചരിത്രമുറങ്ങുന്ന മണ്ണാണ്. ഈ മണ്ണിൻ്റെ പവിത്രതയെ കളങ്കപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അത് നടക്കുന്ന കാര്യമല്ല. ആ പവിത്രത എപ്പോഴും ഉയർന്നു നിൽക്കും. അതിനെ ഉയർത്തിപ്പിടിക്കുക. സഖാവ് ടി.ഐ. മധുസൂദനെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് വീണ്ടും അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി P. സന്തോഷ്, P. K. ശ്രീമതി ടീച്ചർ, M. V. ജയരാജൻ, സ്ഥാനാർത്ഥി ടി.ഐ. മധുസൂദനൻ, V. ബാലൻ, C. സത്യപാലൻ, സരിൻ ശശി എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ലോകത്തിന്റെ പാപങ്ങൾ ചുമലിലേന്തി കാൽവരി മലയിൽ കുരിശുമരണം വരിച്ച യേശുക്രിസ്തുവിന്റെ പീഡാസഹനമനുസ്മരിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴി നടത്തി. കാൽവരിയിലേക്കുള്ള പീഡാസഹനത്തിന്റെ ഓർമ്മയിൽ 14 സ്ഥലങ്ങളിലൂടെ മരക്കുരിശുമെടുത്താണ് വിശ്വാസികൾ കുരിശിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചത്. പാപപരിഹാര പ്രദക്ഷിണമായാണ് വിശ്വാസികൾ കുരിശിന്റെ വഴി നടത്തുന്നത്. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയിൽ ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി രാവിലെ 7 മണിക്ക് നടക്കാവിലെ സെന്റ് മേരീസ് കപ്പേള പരിസരത്തു നിന്നുമാണ് പീഡാസഹന യാത്രയായ കുരിശിന്റെ വഴി തൃക്കരിപ്പൂർ ടൗണിലെ പള്ളിയിലേക്ക് ആരംഭിച്ചത്. 100 കണക്കിന് വിശ്വാസികൾ കുരിശിന്റെ വഴിയിൽ പങ്കെടുത്തു.
വൈകുന്നേരം തൃക്കരിപ്പൂർ പള്ളിയിൽ ദിവ്യകാരുണ്യ സ്വീകരണവും കുരിശുചുംബനവും തുടർന്ന് നഗരി കാണിക്കലും ഖബറടക്കവും നടന്നു. ഇടവക വികാരി ഫാദർ മാത്യു തൈക്കൽ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ഫാദർ ജോമോൻ തട്ടാമറ്റം സഹകാർമ്മികനായിരുന്നു. ഈസ്റ്റർ ആഘോഷത്തിന് തുടക്കമിടുന്ന പാതിരാ കുർബാന ശനിയാഴ്ച രാത്രി 11 മണിക്ക് തൃക്കരിപ്പൂർ പള്ളിയിൽ ആരംഭിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം പെരുമ്പാ ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് നടന്നു. മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം നിർവഹിച്ചു. UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണന്റെ തിരഞ്ഞെടുപ്പ് പൊതുയോഗം പെരുമ്പാ ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് നടന്നു. മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം നിർവഹിച്ചു. UDF ചെയർമാൻ ഷുക്കൂർ ഹാജി അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണൻ, ഷാജി പാണ്ഡ്യാല, MK രാജൻ, MP നാരായണൻ, VC നാരായണൻ, MP ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, KT സഹദുള്ള, K ജയരാജ്, VKP ഇസ്മായിൽ, VP സുഭാഷ്, M ഉമ്മർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്വദേശാഭിമാനത്തിനും വിശ്വാസ സംരക്ഷണത്തിനുമായി പോരാടി വീരചരമം പ്രാപിച്ച 17 ശുഹദാക്കളെ അടക്കിയ രാമന്തളി ജുമാ മസ്ജിദിൽ ഈ വർഷത്തെ 17 ശുഹദാ മഖാം ഉറൂസിന് തുടക്കമായി. വിദേശാധിപത്യത്തിനെതിരെ സന്ധിയില്ലാത്ത സമരം നയിച്ച് വീരമൃത്യു വരിച്ചവരുടെ പവിത്ര സ്മരണകളിരമ്പുന്ന രാമന്തളി ജുമാ മസ്ജിദ് അങ്കണം ഇനി പ്രാർത്ഥനാ നിർഭരമായ 5 നാളുകൾക്ക് സാക്ഷ്യം വഹിക്കും. നമ്മുടെ നാടിൻ്റെ അഭിമാനവും നമ്മുടെ നാട്ടുകാരുടെയും അതുപോലെ തന്നെ പ്രദേശവാസികളുടെയൊക്കെ ആത്മീയമായ വെളിച്ചവുമായ ഏകദേശം 5 നൂറ്റാണ്ടോളമായി ഇവിടെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്രമാണ് രാമന്തളി 17 ശുഹദാ മഖാം. 5 നൂറ്റാണ്ട് മുമ്പ്, 500 വർഷങ്ങൾക്ക് മുമ്പ് പോർച്ചുഗീസുകാർ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ 1400കളുടെ അവസാന സമയത്താണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. ആ സമയത്ത് ഏകദേശം ഏഴിമലയുടെ ഈ പ്രദേശത്ത് അവർ കേന്ദ്രമാക്കി താമസിക്കുകയും ഇവിടെ ഉണ്ടായിരുന്ന പാവപ്പെട്ട നിരപരാധികളായ ചെറുപ്പക്കാരെ, കുടുംബത്തെ, സ്ത്രീകളടക്കമുള്ള എല്ലാവരെയും ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിലാണ് ഇവിടെ ഉണ്ടായ രാമന്തളിയിലുള്ള യുദ്ധം നടക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന 17 ചെറുപ്പക്കാർ, രാമന്തളിക്കാരായ 17 ചെറുപ്പക്കാർ തൻ്റെ കുടുംബക്കാരെയും ഭാര്യമാരെയും മക്കളെയൊക്കെ സമീപ പ്രദേശങ്ങളിലേക്ക് മാറ്റിയിട്ട് ക്രൂരന്മാരായ പോർച്ചുഗീസുകാർക്കെതിരെ ഈ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഈ പള്ളിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഈ നാട്ടുകാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരോട് യുദ്ധം ചെയ്യുകയും ആ 17 ആളുകളും രക്തസാക്ഷികളാവുകയും ചെയ്ത ഒരു സംഭവമാണ് ഉണ്ടായത്. അങ്ങനെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യമായി വൈദേശികാധിപത്യമായി കടന്നു വന്ന പോർച്ചുഗീസുകാരാണുള്ളത്. അവർക്കെതിരെ നടന്ന ആദ്യത്തെ യുദ്ധം എന്നുള്ള രീതിയിൽ ഇത് ഇന്ത്യയുടെ തന്നെ ഫസ്റ്റ് ഫ്രീഡം സ്ട്രഗിളായിട്ട്, ആദ്യത്തെ സ്വാതന്ത്ര്യ സമരമായിട്ട് ഇതിനെ പരിഗണിക്കപ്പെടുന്നുണ്ട്. ഔദ്യോഗികമായ രേഖകളിലൊന്നും അങ്ങനെ ഇല്ല എങ്കിലും ചരിത്രകാരന്മാരൊക്കെ രാമന്തളി യുദ്ധത്തെ, 17 ശുഹദാക്കൾ രക്തസാക്ഷികളായ യുദ്ധത്തെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അന്നു മുതൽ 500 വർഷത്തോളമായി ഇന്ന് വരെ ഈ ഒരു നാടിൻ്റെ, അതുപോലെ തന്നെ ഈ നാട്ടുകാരുടെയൊക്കെ ഒരു ആത്മീയമായ ഒരു നായകത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കേന്ദ്രമാണ്. എല്ലാ വർഷവും ഇതുപോലെ വളരെ വിപുലമായിട്ട് നമ്മൾ ഉറൂസ് സംഘടിപ്പിക്കുന്നുണ്ട്. നാടിൻ്റെ മതസൗഹാർദ്ദവും അതുപോലെ തന്നെ നാടിൻ്റെ ഐക്യവും അതുപോലെ തന്നെ നാടിൻ്റെ ജനകീയതയുമൊക്കെ വിളിച്ചോതുന്ന ഒരു പ്രതീകമായിട്ട് വർഷങ്ങളോളമായി ഈ ഒരു ഉറൂസ് വളരെ വിപുലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കല്യാശ്ശേരിയിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 1400 കോടിയിലേറെ രൂപയുടെ വികസനം എത്തിക്കാൻ സാധിച്ചുവെന്നും LDF വീണ്ടും അധികാരത്തിലെത്തുമെന്നും M വിജയൻ പഴയങ്ങാടിയിൽ സ്ഥാനാർത്ഥി പര്യടനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർവതല സ്പർശിയായ വികസനത്തിന് അടിത്തറപ്പാക്കിയ കല്യാശ്ശേരിയുടെ മണ്ണിൽ ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ പ്രകടന പത്രികയിലൂടെ വോട്ടർമാർക്ക് മുന്നിൽ സമർപ്പിച്ചാണ് 2ാം ഘട്ട പര്യടനം മുന്നേറുന്നത്. ഓരോ സ്വീകരണ കേന്ദ്രത്തിലും ഉത്സവ പ്രതീതിയായിരുന്നു. മുത്തുക്കുടകളും വാദ്യമേളങ്ങളുമായാണ് സ്ഥാനാർത്ഥിയെ വരവേറ്റത്. ഏഴോം, മാടായി, കുഞ്ഞിമംഗലം എന്നീ പഞ്ചായത്തുകളിലായിരുന്നു പര്യടനം. ഏഴോം അംഗനവാടിക്ക് സമീപത്തു നിന്ന് ആരംഭിച്ച് നരിക്കോട് അംഗനവാടി, അരയോളം, കണ്ണം, കോട്ടക്കിൽ, ബോട്ടുകടവ്, ചെങ്ങൽ ഈസ്റ്റ്, അരയാൽ, അടുത്തില നോർത്ത്, BV റോഡ്, കോഴി ബസാർ, കുണ്ടായിട്ടമ്മൽ, മാടായിക്കാവ്, കിയച്ചാൽ, കസ്തൂർബ വായനശാല തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം
പെരുമ്പുഴ ഗ്രാമത്തിൽ സമാപിച്ചു. സ്വീകരണ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി എം വിജിൻ, എം വി രാജീവൻ, പി ഷാജിർ, വരുൺ ബാലകൃഷ്ണൻ, എം വി ഷീമ, സ്വാതി പ്രദീപൻ, പി വി ജിതേഷ്, സന്തോഷ് അയ്യോത്ത്, കെ വി സാഗർ എന്നിവർ സംസാരിച്ചു. കുഞ്ഞിമംഗലം പെരുമ്പുഴ ഗ്രാമത്തിൽ സമാപന യോഗം മണ്ഡലം കമ്മിറ്റി അംഗം പി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി കെ പത്മനാഭൻ, പി വി ബാബു രാജേന്ദ്രൻ എന്നിവർ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കല്യാശ്ശേരി മണ്ഡലത്തിലും വീണ്ടും LDF സ്ഥാനാർത്ഥിയായി സഖാവ് എം വിജിൻ ജനവിധിയുടെ സമാന്തരമില്ലാത്ത വികസനത്തിന്റെ നേർചിത്രം വരച്ചിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കി വിജയിച്ച ഇന്ദിരാ ഗ്യാരണ്ടി UDF നിയന്ത്രണത്തിൽ വരുന്ന പുതിയ സർക്കാർ അധികാരമേറ്റ് ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ നടപ്പാക്കുമെന്ന് കർണാടക ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി ബിസഡ് സമീർ അഹമ്മദ് ഖാൻ. UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരുടെ പര്യടനം അച്ചാംതുരുത്തിയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീ സന്ദീപ് വാര്യർ നമ്മുടെ ഈ പ്രദേശത്ത് കാത്തിരിക്കുന്ന ജനങ്ങളോട് നേരിട്ട് വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ ഭൂരിഭാഗം പഞ്ചായത്തുകളിലും നീലേശ്വരം നഗരസഭയിലും ഇതിനകം പര്യടനം പൂർത്തിയാക്കിയ സന്ദീപ് വാര്യരുടെ പ്രചരണ യാത്രയ്ക്ക് ചെറുവത്തൂർ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത്. അച്ചാന്തുരുത്തി പാലിച്ചോൻ ജംഗ്ഷനിൽ പഞ്ചായത്ത് തല പര്യടനം കർണാടക സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ബിസഡ് സമീർ മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. मुख्यमंत्री जो है उसको मजाक में लिया ना, ये लोग गारंटी अनाउंस किए, ये गारंटी इंप्लीमेंट करने को नहीं होता, ये गारंटी नहीं दे सकते. मैं UDF के मुख्यमंत्री, प्रेजेंट मुख्यमंत्री को कहना चाहता हूँ, इसी तरह कर्नाटक के अंदर 2023 के अंदर हमारे लीडर राहुल गांधी और हमारे चीफ मिनिस्टर सिद्धरामैया ने 5 गारंटी अनाउंस किया था. क्या 5 गारंटी? जो महिला होती है उसका हेड जो होता है लेडीज को हर घर को 2000 रुपए देने का. UDF ചെറുവത്തൂർ പഞ്ചായത്ത് ചെയർമാൻ പൊറായിക് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് JB മേത്തർ MP മുഖ്യപ്രഭാഷണം നടത്തി. DCC പ്രസിഡന്റ് PK ഫൈസൽ, നിയോജക മണ്ഡലം UDF ചെയർമാൻ AGC ബഷീർ, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, സേവാദൾ സംസ്ഥാന ചെയർമാൻ രമേശൻ കരുവാച്ചേരി, DCC ജനറൽ സെക്രട്ടറിമാരായ KV സുധാകരൻ, KP പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നൂറ്റിയഞ്ചാം വയസ്സിൽ ഹോം വോട്ട് രേഖപ്പെടുത്തി കേരളത്തെ കോക്കാനി അമ്പു. ഈ പ്രായത്തിലും അമ്പുവേട്ടന് വലിയ ശാരീരിക അവശതകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തോടെയാണ് അമ്പുവേട്ടൻ തന്റെ വോട്ട് ചെയ്തത്. 105 വയസ്സിൽ ഹോം വോട്ട് രേഖപ്പെടുത്തി പെരളം കൂവച്ചേരിയിലെ കോക്കാനി അമ്പു. ഈ പ്രായത്തിലും അമ്പുവേട്ടന് പറയത്തക്ക ശാരീരിക അവശതകളൊന്നുമില്ല. ഇക്കഴിഞ്ഞ പൂരനാളിലാണ് അമ്പുവേട്ടൻ തന്റെ 105ാം പിറന്നാൾ ആഘോഷിച്ചത്. എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഇദ്ദേഹം വോട്ട് രേഖപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലും വലിയ ആവേശത്തോടെയാണ് അമ്പുവേട്ടൻ വോട്ട് ചെയ്തത്. പുതിയ തലമുറയ്ക്ക് അമ്പുവേട്ടൻ ഒരു ആവേശമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി സംഗമവും LDF സ്ഥാനാർത്ഥി ഡോക്ടർ VPP മുസ്തഫയ്ക്ക് സ്വീകരണവും നടന്നു. തൊഴിലാളി സംഗമം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. കാലിക്കടവ് C കൃഷ്ണൻ നായർ മന്ദിരത്തിൽ നടന്ന തൊഴിലാളി സംഗമം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ആ സമരങ്ങൾ നടത്തുമ്പോൾ പല ആളുകളും നമ്മളോട് നിങ്ങൾ ഇതിനെതിരായി സമരം നടത്തുന്നതല്ലാതെ നിങ്ങൾക്ക് ഇതിന് ബദലുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നു, കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തിക നയത്തിനെതിരായിട്ടുള്ള ബദലാണ് കേരളത്തിലെ ഗവൺമെന്റ്. എത്രയധികം സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ചാലും പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സമ്പദ് വ്യവസ്ഥ കേരളത്തിൽ നടപ്പിലാക്കിയാണ്. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി VPP മുസ്തഫയെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുഴുവൻ തൊഴിലാളികളും രംഗത്തിറങ്ങണമെന്ന് തൊഴിലാളി സംഗമം ആഹ്വാനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് K ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ പ്രസിഡന്റ് PA റഹ്മാൻ, KV ബാബു, VP രാജീവൻ, P സുഭാഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നാട്ടകങ്ങളിലെ കുളങ്ങളൊക്കെ അനാഥമാണെന്ന് ജലക്ഷാമം പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴും പലയിടങ്ങളിലും ഈ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കപ്പെടുന്നില്ല. 118 കുളങ്ങൾ ഉണ്ടായിട്ടും ഈ വേനലിലും ജലക്ഷാമം നേരിടുകയാണ് കരിവള്ളൂർ പേരളം ഗ്രാമപഞ്ചായത്ത്. വിശാലമായ വയലിന്റെ ഓരത്തെ കുളങ്ങളും കുളക്കരകളും ഇന്ന് ശൂന്യമാണ്. കുട്ടികളും നാട്ടുകാരും ഇവിടെ നിന്ന് കരകയറിപ്പോയിരിക്കുന്നു.
ഒരുപക്ഷെ ഇത് കാലത്തിന്റെ അനിവാര്യതയായിരിക്കാം. പല കുളങ്ങളും സംരക്ഷണമില്ലാതെ നാശത്തിന്റെ വക്കിലാണ്. 118 കുളങ്ങളുള്ള ഒരു പഞ്ചായത്താണ് കരിവള്ളൂർ പെരളം പഞ്ചായത്ത്. എന്നിട്ടും ഇവിടെ പലയിടങ്ങളിലും ജലക്ഷാമം നേരിടുന്നു എന്നതാണ് ഏറെ വൈരുദ്ധ്യം. കടുത്ത വേനലിലും കുളങ്ങളിലൊക്കെയും ധാരാളം വെള്ളമുണ്ട് താനും. പഞ്ചായത്തിലെ ഓരോ വാർഡിലും 2-3 പൊതുകുളങ്ങൾ തന്നെയുണ്ട്. ഇവയൊന്നും വേണ്ട രീതിയിൽ സംരക്ഷിക്കാനോ പ്രയോജനപ്പെടുത്താനോ സാധിക്കുന്നുമില്ല. ഓരോ വേനലിലും രാവിലെയും വൈകുന്നേരവും വെള്ളം കൊണ്ടുവരുന്ന വണ്ടികളെയും കാത്തിരിക്കുകയാണ് നമ്മൾ. കുളങ്ങളെ സംരക്ഷിക്കുന്നതിനും അവയെ വേണ്ടവിധം പരിപാലിക്കുന്നതിനും നാം മറന്നുപോയിരിക്കുന്നു. പടവുകൾ പൊട്ടിയ, കാടുകൾ മൂടിയ, പായലുകൾ നിറഞ്ഞ, അഴുക്കുവെള്ളമുള്ള നിരവധി കുളങ്ങളുണ്ട് നമുക്ക് ചുറ്റും. ഈ ജലസംഭരണികളെല്ലാം നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട്. അധികൃതർ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ഓരോ കുളങ്ങളെയും പുനർജീവിപ്പിച്ച് ജലക്ഷാമത്തിന് പരിഹാരമുണ്ടാക്കാവുന്നതുമാണ്. നിരവധി കുളങ്ങളും തോടുകളുമുള്ള കരിവള്ളൂർ പെരളം പഞ്ചായത്ത് അധികാരികൾ ഒന്ന് മനസ്സുവെച്ചാൽ തീരുന്നതാണ് ഇവിടുത്തെ ജലപ്രതിസന്ധി. അങ്ങനെയായാൽ വീണ്ടും ഇവിടുത്തെ കുളങ്ങൾ പളുങ്കുവെള്ളം കൊണ്ട് നിറയുമെന്നും കുട്ടികളും മുതിർന്നവരും വീണ്ടും കുളങ്ങൾ തേടിയെത്തുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പിണറായിയും കൂട്ടരും ക്രിമിനലിസം മുഖമുദ്രയാക്കിയെന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ. പഴയങ്ങാടി വെങ്ങരയിൽ നടന്ന UDF കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുറ്റകൃത്യങ്ങൾ വ്യാപകമാകുന്നു. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ കേരളം ഇന്ന് ക്രിമിനലുകളുടെ സ്വന്തം നാട് എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. കമ്മ്യൂണിസം കൈവിട്ട് പിണറായിയും കൂട്ടരും ക്രിമിനലിസം അവരുടെ മുഖമുദ്രയാക്കി മാറ്റിയിരിക്കുന്നു. മാഫിയ സംഘങ്ങൾ പെരുകുന്നു, തഴച്ചു വളരുന്നു. സാധാരണക്കാരന് വേണ്ടി നന്മ ചെയ്യാൻ അവർക്ക് സമയമില്ല. അതേ സമയത്ത് അവരുടെ എല്ലാവിധ ആനുകൂല്യങ്ങളും അനുഭവിക്കുന്നത് മദ്യലോബിയാണ്, മയക്കുമരുന്ന് മാഫിയയാണ്. അവർക്ക് വളർന്ന് തഴച്ച് വളരാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. നമുക്കറിയാം, ഈ ഇലക്ഷൻ മാനിഫെസ്റ്റോ 2016 ഇലക്ഷൻ മാനിഫെസ്റ്റോ, പിണറായിയുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ ഉണ്ട്. അതിൽ പറയുന്നൊരു വാചകമുണ്ട്: മദ്യം ഒരു മഹാവിപത്തായി മാറിയിരിക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളം ക്രിമിനലുകളുടെ നാടായി മാറിയെന്നും ലഹരി മാഫിയയുടെ ഹബ്ബായി 10 വർഷം കൊണ്ട് കേരളം മാറിയെന്നും VM സുധീരൻ പറഞ്ഞു. കല്യാശ്ശേരി മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജീവൻ കപ്പച്ചേരിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വെങ്ങരയിലാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. UDF പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ M പവിത്രൻ അധ്യക്ഷത വഹിച്ചു. വേണുഗോപാൽ റാവു ഹർക്കാറ, MP ഉണ്ണികൃഷ്ണൻ, സുരേഷ് ബാബു എളയാവൂർ, K ബ്രിജേഷ് കുമാർ, MK രാജൻ, രാജീവൻ പാനുണ്ട, NG സുനിൽ പ്രകാശ്, SKP സഖറിയ, MK രഘുനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കല്യാശ്ശേരി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി. നിരവധി പേർ സ്വീകരണങ്ങളിൽ പങ്കെടുത്തു. കല്യാശ്ശേരി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി. പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ആവേശോജ്വലമായ സ്വീകരണമാണ് നൽകിയത്. രാവിലെ ചെറാട്ട് നിന്നും പര്യടനം ആരംഭിച്ച് പറമ്പത്ത്, കണ്ടംകുളങ്ങര, മൂശാരിക്കൊവ്വൽ, അങ്ങാടി, കൊവ്വപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി. വ്യാപാര സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ചെന്ന് ജനങ്ങളോട് വോട്ടഭ്യർത്ഥിച്ചു. നിരവധി പേർ സ്വീകരണങ്ങളിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അതിനാൽ തന്നെ ഇനിയൊരു ഭരണ തുടർച്ച ഇടതുപക്ഷത്തിന് ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ മണ്ടൂർ വില്ലേജ് ഓഫീസിന് സമീപമുള്ള പൊതുകിണറിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. നടപ്പാതയ്ക്ക് സമീപമുള്ള ഈ കിണറിൽ നിന്നാണ് വില്ലേജ് ഓഫീസിലേക്ക് ആവശ്യത്തിനായി വെള്ളമെടുക്കുന്നത്. ഇരുമ്പ് ഗ്രില്ലുകളിട്ട് പെയിന്റ് അടിച്ച് സുരക്ഷിതമാക്കിയ പൊതുകിണറിന് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് മണ്ടൂർ പൊതുകിണർ എന്ന ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. കിണറിന് മുകളിൽ കൂടി കാട് വളർന്ന് പടർന്നു നിൽക്കുന്നതിനാൽ ഇത് കിണറാണെന്ന് തിരിച്ചറിയുന്നത് തന്നെ ബോർഡ് വെച്ചതുകൊണ്ട് മാത്രം. പൊതുകിണറാണെന്ന് പറയുന്നുണ്ടെങ്കിലും കിണറിൽ നിന്ന് പൊതുജനത്തിന് വെള്ളമെടുക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ല. പൊതുകിണറുകൾ ഒട്ടുമിക്കതും ഉപേക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് കിണർ സംരക്ഷിക്കാനും ഇത് ശുചീകരിച്ച് നല്ല രീതിയിൽ നിലനിർത്താനും ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് അധികൃതർ തയ്യാറാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ കിണറിൽ പമ്പ് സെറ്റും ടാങ്കും ഏർപ്പെടുത്തി പൊതുജനത്തിന് വെള്ളമെടുക്കാനുള്ള സംവിധാനം കൂടി ഏർപ്പെടുത്തണമെന്നും ആവശ്യമുയരുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
പഴയങ്ങാടി റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി BV റോഡിലെ ഓയിൽ മിൽ കെട്ടിടം പൊളിച്ചു തുടങ്ങി. അടിപ്പാത നിർമ്മാണത്തിനായി 7 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. 5 പതിറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത്. ഗതാഗതക്കുരുക്കിനൊപ്പം മഴക്കാലത്തെ വെള്ളക്കെട്ട് വലിയ ദുരിതമാണ് ജനങ്ങൾക്ക് നൽകിയത്. 100 കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന പാതയാണിത്. അടിപ്പാതയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക എന്നത് ഏറെ നാളത്തെ ആവശ്യമായിരുന്നു. നിലവിലുള്ള അടിപ്പാതയ്ക്ക് സമീപത്താണ് 6 മീറ്റർ വീതിയിൽ പുതിയ അടിപ്പാത നിർമ്മിക്കുന്നത്. 7 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി BV റോഡിലെ ഓയിൽ മിൽ കെട്ടിടം പൊളിച്ചു തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ പണി തുടങ്ങുന്നുണ്ട്. ഇപ്പം ബിൽഡിംഗ് പൊളിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. നമ്മളെ ഗതാഗതം ബ്ലോക്കെല്ലാം മാറിക്കിട്ടുന്നതിൻ്റെ ഒരു പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ നിന്ന് BV റോഡിലേക്ക് ഏകദേശം അരമണിക്കൂറിൽ ക്യൂ നിൽക്കേണ്ട ദിവസം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എനിക്കൊരു പ്രാവശ്യം ഒരു ദിവസം 5-6 പ്രാവശ്യം BV റോഡിലേക്ക് വരണം. അപ്പോൾ ഓരോ മണിക്കൂറും ക്യൂ നിന്ന ദിവസമുണ്ട്. ഒരു 6 പ്രാവശ്യം BV റോഡിലേക്ക് വരുമ്പോൾ ഒരു ദിവസം അങ്ങനെ പോകും. അപ്പോൾ എന്നിട്ടും ഒരു പരിഹാരം ആവുമെന്ന് വിചാരിക്കുന്നു. പുതിയ അടിപ്പാതയിൽ ഉണ്ടായേക്കാവുന്ന മഴവെള്ളത്തെ ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നതിനായി സം ടാങ്കും പുഴയിലേക്ക് ഓവുചാൽ നിർമ്മാണവും നിലവിലുള്ള റോഡ് അറ്റകുറ്റപ്പണി എന്നിവ ഉൾപ്പെടെ പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. റെയിൽവേയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും മേൽനോട്ടത്തിലാണ് പ്രവൃത്തി നടത്തുക. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. രാഷ്ട്രീയം പോലെ സിനിമയും ജനങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. 22 പ്രാവശ്യം സിനിമയിൽ മുഖ്യമന്ത്രിയായ നടനാണ് ജനാർദ്ദനൻ. EK നായനാരായും K കരുണാകരനായും മറ്റും നിരവധി മുഖ്യമന്ത്രി വേഷങ്ങൾ ജനാർദ്ദനൻ പകർന്നാടി. രാഷ്ട്രീയം പോലെ തന്നെ ജനങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് സിനിമ. രാഷ്ട്രീയം അധികാരത്തിൻ്റെ സുഖം നൽകുമ്പോൾ സിനിമ ഏറെ പ്രശസ്തിയും പണവും നൽകുന്നു. സിനിമാ രംഗത്തെ പലരും MLA-മാരും MP-മാരും മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും മറ്റുമായി. സിനിമയിൽ 22 പ്രാവശ്യം മുഖ്യമന്ത്രിയായ നടനാണ് ജനാർദ്ദനൻ. EK നായനാർ, K കരുണാകരൻ, AK ആന്റണി, VS അച്യുതാനന്ദൻ എന്നീ മുഖ്യമന്ത്രിമാരെയാണ് ജനാർദ്ദനൻ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചത്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അതിനുള്ള ഭാഗ്യം ജനാർദ്ദനന് കൈവന്നില്ല. കഴിഞ്ഞ 6 പതിറ്റാണ്ടിലേറെയായി ഇദ്ദേഹം സിനിമയിലുണ്ട്. അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ രാജൻ പറഞ്ഞ കഥ എന്ന സിനിമയിൽ അധികാരത്തിൻ്റെ അഹങ്കാരത്തിൽ ഏകാധിപതിയായി മാറിയ സഞ്ജയ് ഗാന്ധിയെ അവതരിപ്പിച്ച് ജനാർദ്ദനൻ കയ്യടി നേടി. പിന്നീട് നിരവധി മുഖ്യമന്ത്രി വേഷങ്ങൾ കിട്ടിയപ്പോൾ സന്തോഷിച്ചു. രാഷ്ട്രീയത്തിലിറങ്ങി ഒരു മന്ത്രിയെങ്കിലും ആകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും സുഹൃത്തുക്കൾ പിന്തിരിപ്പിക്കുകയായിരുന്നു. ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് സിനിമയിൽ ഇപ്പോഴും സജീവമാണ് ജനാർദ്ദനൻ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. KSEB വർക്കേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ഡിവിഷൻ കുടുംബ സംഗമം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വെച്ച് നടന്നു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രദീപ് ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ഡിവിഷൻ കുടുംബസംഗമം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വെച്ച് നടന്നു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രദീപ് ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ കുടുംബാംഗങ്ങളെ വിളിച്ചു ചേർത്ത് അവരുമായി ഒന്ന് സംവദിച്ചു പോകുവാൻ എന്തിനാണ് തീരുമാനിക്കുന്നത്? ചില കാര്യങ്ങൾ കുടുംബത്തിലുള്ളവർ കൂടി അറിഞ്ഞു പോകേണ്ടതുണ്ട്. ഈ മേഖലയിൽ പണിയെടുക്കുന്നവർ, അവർ ജോലി ചെയ്യുന്നു, ശമ്പളം കിട്ടുന്നു, കുടുംബം പോറ്റുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ തൊഴിൽ മേഖലയ്ക്ക് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടോ? ഈ തൊഴിൽ മേഖലയെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? ഡിവിഷൻ പ്രസിഡന്റ് സന്തോഷ് M അധ്യക്ഷത വഹിച്ചു. TI മധുസൂദനൻ MLA മുഖ്യാതിഥിയായി. KK കൃഷ്ണൻ, ഷൈജു C, ശ്രീരാജ് KP, സൂരജ് TP, വിനോദ് CV, ലക്ഷ്മണൻ PV, അനിൽകുമാർ KV, സുധീർ K, ഷീബ KP തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലാത്തറ മാതമംഗലം റോഡ് പണി നിലച്ചതിനാൽ കൈതപ്രത്തെ കൾവേട്ട് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചത് ജനജീവിതം ദുസ്സഹമാക്കുന്നു. കരാറുകാരന്റെ അപ്രതീക്ഷിത വിയോഗത്തെ തുടർന്ന് പ്രവർത്തികൾ പൂർണ്ണമായും സ്തംഭിച്ചതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. പിലാത്തറ മാതമംഗലം റോഡ് പ്രവൃത്തി നിലച്ചു. കൈതപ്രത്ത് കൽവർട്ട് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചത് ജനജീവിതം ദുസ്സഹമാക്കുന്നു. കരാറുകാരന്റെ അപ്രതീക്ഷിത വിയോഗത്തെ തുടർന്ന് പ്രവർത്തികൾ പൂർണ്ണമായും സ്തംഭിച്ചതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. കൽവർട്ട് വാർത്ത് ടാറിങ്ങിനായി നിരത്തിയ ജെല്ലിക്കല്ലുകൾ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ പൊടിയായി മാറിയാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നത്. വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ പടരുന്നത് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളെയും വീടുകളെയും സാരമായി ബാധിക്കുന്നു. കടകൾക്കുള്ളിൽ പൊടി നിറയുന്നത് കാരണം കച്ചവടം നടത്താൻ കഴിയാത്ത അവസ്ഥയാണെന്ന് വ്യാപാരികൾ പറയുന്നു. ഭയങ്കര പൊടി ശല്യം
പിന്നെ വലിയ വാഹനങ്ങൾ പോകുമ്പോൾ ഇതിൽ ജെല്ലി തെറിച്ച് ആൾക്കാർക്ക് അപകടം പറ്റുന്നു, വണ്ടികൾക്ക് അപകടം പറ്റുന്നു. ഇങ്ങനെ പൊടിയും ഇതെല്ലാമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കടയിലേക്കൊന്നും ആൾക്കാർ വരുന്നില്ല. കടയുടെ അകത്തൊക്കെ ഫുൾ പൊടി ശല്യം തന്നെ. അധികൃതർ വേണ്ട രീതിയിൽ ഇടപെട്ട് ഇതിനൊരു പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇതിലെ കൂടെ വെള്ളം ഒഴുകാൻ വേണ്ടിയിട്ടാണ് കൾവെട്ട് ഉണ്ടാക്കിയത്. ഇതുവരെ അതിന് ഒരു ഉപയോഗം ഇല്ലാത്ത ഒരവസ്ഥയിൽ ആയി മാറും. കരാറുകാരന്റെ മരണം മൂലം സാങ്കേതിക തടസ്സങ്ങളുണ്ടെങ്കിലും ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഗണിച്ച് അധികൃതർ എത്രയും വേഗം ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റോഡിൽ വെള്ളമൊഴിച്ച് പൊടിശല്യം നിയന്ത്രിക്കാനെങ്കിലും അടിയന്തര നടപടി വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കല്യാശ്ശേരി മണ്ഡലം NDA സ്ഥാനാർത്ഥി AV സനിലിന്റെ പ്രചരണാർത്ഥം ചെറുകുന്ന് അമ്പലത്തിന് സമീപത്ത് സ്ഥാപിച്ച ബോർഡ് തീവെച്ച് നശിപ്പിച്ചതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. കല്യാശ്ശേരി മണ്ഡലം NDA സ്ഥാനാർത്ഥിയുടെ പ്രചരണാർത്ഥം ചെറുകുന്ന് അമ്പലത്തിന് സമീപത്ത് സ്ഥാപിച്ച ബോർഡ് തീവച്ച് നശിപ്പിച്ചതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. സ്ഥാനാർത്ഥി സനിൽ AV, വിജു നാരായണൻ, രമേശൻ P, രതീഷ് പൂക്കോടി, വിജേഷ് അണ്ണാമല, KT മുരളി, വിജേഷ് വെങ്ങര തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ചു. കാലാകാലങ്ങളായി CPM തുടരുന്ന അക്രമ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രചരണം സാമഗ്രികൾ നശിപ്പിക്കുക എന്നുള്ളതൊരു ആചാരമാണ്. അപ്പോൾ അത് ശരിയാണ്, അവർക്ക് നശിപ്പിക്കാം. അത് ജനങ്ങൾ തീരുമാനിക്കും എന്ത് വേണം എന്നുള്ളത്, എങ്ങനെ വോട്ട് ചെയ്യണം എന്നുള്ള പ്രബുദ്ധരായ ജനതയാണ്. അതൊക്കെ ജനങ്ങൾക്ക് വിടുന്നു. പക്ഷേ എനിക്ക് പറയിൽ കാണുന്ന ഒരു തെങ്ങ് BJP സ്ഥാനാർത്ഥിയോടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നമ്മുടെ ബോർഡ് വെച്ചതിൻ്റെതോ ആണെങ്കിൽ ഒരു തെങ്ങ് നശിപ്പിക്കേണ്ട കാര്യമില്ല. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാരൻ K വേണുഗോപാലന് യാത്രയയപ്പ് നൽകി. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം അഡ്വക്കേറ്റ് P സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാരൻ K വേണുഗോപാലിന് യാത്രയയപ്പ് നൽകി. 18 വർഷത്തെ സർവീസിന് ശേഷമാണ് വേണുഗോപാലൻ വിരമിക്കുന്നത്. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം അഡ്വക്കേറ്റ് P സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. നല്ല നിലയിൽ നിൽക്കാൻ ചെയ്തിട്ടുണ്ട്. അഭിപ്രായം പറയാനും ചിലപ്പോൾ പറഞ്ഞ അഭിപ്രായത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടക്കുറവുണ്ടെങ്കിൽ അത് വിട്ട വരുത്താനും തുടർന്ന് ആ വിട്ട വരുത്തിയ അഭിപ്രായത്തിന് കൂടെ നിന്നുപോകാനൊക്കെ അദ്ദേഹത്തിന് കഴിയുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രസ്ഥാനം ബന്ധപ്പെട്ട് എനിക്കുണ്ടായതാണ്. തീർച്ചയായും ഇതൊരു അനിവാര്യ ചടങ്ങാണ്. 58 വയസ്സ് റിട്ടയർ ആവാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് 58 ആവുമ്പോഴും പല ആളുകളും സ്റ്റിൽ എങ്ങാണ്. ചടങ്ങിൽ മുരളീധരൻ കട്ടച്ചേരി അധ്യക്ഷനായി. K രമേശൻ, AK ഗിരീശൻ, K ദിനേശൻ, P കുഞ്ഞികൃഷ്ണൻ, സുനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുകുന്ന് കട്ടക്കുളം സെന്റ് ജോസഫ് പള്ളിയുടെ ആഭിമുഖ്യത്തിൽ വിശുദ്ധ കുരിശിന്റെ വഴി ഭക്തിപൂർവ്വം നടന്നു. ഫാദർ ജോളി അൽഫോൺസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചെറുകുന്ന് കട്ടക്കുളം സെന്റ് ജോസഫ് പള്ളിയുടെ ആഭിമുഖ്യത്തിൽ വിശുദ്ധ കുരിശിന്റെ വഴി ഭക്തിപൂർവ്വം നടന്നു. ഫാദർ ജോളി അൽഫോൺസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ നടന്ന കുരിശിന്റെ വഴി ആത്മീയ ഭാവത്തോടെ നിറഞ്ഞു നിന്നു. പള്ളിയിൽ നിന്ന് ആരംഭിച്ച പ്രാർത്ഥനാ യാത്ര കൊവ്വപ്പുറം വഴി ചുറ്റി സഞ്ചരിച്ച് ദേവാലയത്തിൽ സമാപിച്ചു. സബിൻ സന്തോഷ്, ജിൽസൺ ജെറി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.
കുറ്റൂർ അത്ഭുത ഉണ്ണിമിശിഹ തീർത്ഥാടന ദേവാലയവും വെള്ളരിയാനം ഹോളി ക്രോസ് ദേവാലയവും സംയുക്തമായി ദുഃഖവെള്ളി കുരിശിന്റെ വഴി ആചരിച്ചു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. യേശുക്രിസ്തുവിന്റെ പീഠാനുഭവത്തെയും കുരിശുമരണത്തെയും അനുസ്മരിച്ച് കുറ്റൂർ അത്ഭുത ഉണ്ണിമിശിഹ തീർത്ഥാടന ദേവാലയവും വെള്ളരിയാനം ഹോളി ക്രോസ് ദേവാലയവും സംയുക്തമായി ദുഃഖവെള്ളി കുരിശിന്റെ വഴി ആചരിച്ചു. ഫാദർ രാജൻ ഫൗസ്തോ വചന സന്ദേശം നൽകി. 5 ഭാഷയിലെ ഓരോ വാക്കുകൾ വ്യത്യാസമായിട്ട് വരുന്നത് ഇത് മനോഭാവത്തിൻ്റെയാണ്. ദുഃഖവെള്ളി എന്ന് പറഞ്ഞാൽ മാനുഷികമായിട്ട് നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ കുരിശിൽ പിടഞ്ഞ് മരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദുഃഖമാണ് മാനുഷികമായിട്ട് നോക്കുമ്പോൾ. പിന്നെ അച്ഛൻ പറഞ്ഞ ഗുഡ് ഫ്രൈഡേ, ഇംഗ്ലീഷിൽ പറയുന്നത് ഗുഡ് ഫ്രൈഡേ എന്ന് പറയുമ്പോൾ ദൈവശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ, അതായത് ഈശോ ലോകത്തിലേക്ക് വന്നത് പീഡകൾ സഹിച്ച് മരിച്ച് നമ്മുടെ പാപങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി. ഫാദർ പ്രിൻസ് നെല്ലരിയിൽ, ഫാദർ തോമസ് ചക്കാരിക്കുന്നൽ എന്നിവർ നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പിലിക്കോട് സി കൃഷ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും പുസ്തക പ്രകാശനവും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും പ്രശസ്ത സാഹിത്യകാരൻ ഇ.പി. രാജഗോപാലൻ മാസ്റ്റർ നിർവഹിച്ചു. പിലിക്കോട് സി കൃഷ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും പുസ്തക പ്രകാശനവും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും ഉപഹാര സമർപ്പണവും പ്രശസ്ത സാഹിത്യകാരൻ ഇ.പി. രാജഗോപാലൻ മാസ്റ്റർ നിർവഹിച്ചു. സ്കൂളുകൾക്ക് ഈ മാറ്റിമാറ്റുന്ന പ്രക്രിയയിൽ ഒരു പങ്കുണ്ട്. വളരെ സ്വാർത്ഥികളായി ജീവിക്കാനാണ് മനുഷ്യർക്ക് ഇഷ്ടം. പക്ഷെ നമ്മൾ ജീവിക്കേണ്ട സ്വാർത്ഥികളായിട്ടല്ല, സമൂഹമായിട്ടാണ് എന്ന് നമ്മൾ ആദ്യമായി പഠിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് സ്കൂൾ. ചടങ്ങിൽ PTA പ്രസിഡന്റ് പ്രശാന്ത് പുത്തിലോട്ട് അധ്യക്ഷനായി. M. മുഹമ്മദ് കുഞ്ഞി മാസ്റ്ററുടെ മറ്റൊന്നുമില്ല ജീവിതമല്ലാതെ എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മമാണ് നടന്നത്. നന്ദകുമാർ N. പുസ്തകം ഏറ്റുവാങ്ങി. ജയശ്രീ വിനയചന്ദ്രൻ പുസ്തകത്തെ പരിചയപ്പെടുത്തി. സർവീസിൽ നിന്നും വിരമിക്കുന്ന KP ശൈലജ, M. മുഹമ്മദ് കുഞ്ഞി, PV ശശിധരൻ, KV സരോജിനി, S. സുധ എന്നിവർക്കുള്ള യാത്രയയപ്പാണ് സംഘടിപ്പിച്ചത്. പ്രഥമാധ്യാപിക ലത CK വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രിൻസിപ്പാൾ സുചിത്ര TV, സുമേശൻ K, സുജാത M, T രഘുനാഥ്, പ്രശാന്ത് കുമാർ K തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കലാസന്ധ്യയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.